റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വേറെന്തോ ഒരു ചോദ്യം പല ആളുകളും ചോദിക്കാറുണ്ട്. ഹൈലി പേഴ്സണൽ ആണ്. സൂപ്പർ ഹ്യൂമൺ മാത്രമാണ് ഈ ജെഇ ഒക്കെ പറ്റുക എന്നുള്ള ഒരു അല്ല. ഹായ് എവരിവൺ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നിസാമുദ്ദീനാണ്. നമ്മുടെ NTSC ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. ഈ പ്രാവശ്യം +2ന്റെ കൂടെ തന്നെ ഓൺഗോയിങ് ബാച്ചിൽ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ച് ജെഇ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ജെഇയിലുള്ള പെർഫോമൻസ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ജെഇ മെയിൻസ് 99.5 ഉണ്ടായിരുന്നു. പിന്നെ അഡ്വാൻസിലേക്ക് വരുമ്പോ റാങ്കിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ലേശം ബാക്കോട്ട് പോയി. ഒരു OBC 2400. ഓക്കെ. അപ്പൊ എന്താണ് പ്രതീക്ഷ? എവിടെ എത്തുന്ന പ്രതീക്ഷ? ഇപ്പോ ബ്രാഞ്ചും അങ്ങനെ വെച്ച് നോക്കുമ്പോ എനിക്ക് ഒന്നുകിൽ ഖരഗ്പൂർ കെമിക്കലിന് കാരണം അല്ലെങ്കിൽ റൂർക്കി കെമിക്കലിന് കാരണം എന്ന് വിചാരിക്കണം. IIT കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് തീർച്ചയായും. അപ്പോ നമുക്ക് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ഒക്കെ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല അല്ലെ? +2ന്റെ കൂടെ തന്നെ ജെഇ മെയിൻസും അഡ്വാൻസും എഴുതി. അപ്പോ നല്ലൊരു നേട്ടം തന്നെയാണ് നമുക്ക് പറയാം. അപ്പോ എന്തായിരുന്നു ഒരു പ്രിപ്പറേഷന്റെ രീതിയൊക്കെ? പലപ്പോഴും ജെഇ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഏത് രൂപത്തിലായിരുന്നു നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ പറഞ്ഞാല് ക്ലാസ് ഇഷ്ടപ്പെട്ട് കേൾക്കുന്ന സമയത്ത് ക്ലാസ് തന്നെ മാക്സിമം മനസ്സിലാക്കാൻ നോക്കും. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് വർക്ക് ചെയ്യും. ഓവർ ടൈം ഇരുന്ന് വർക്ക് ചെയ്യാറൊന്നുമില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ മെല്ലെ പോകും. പിന്നെ ഇടയ്ക്കൊക്കെ ഡ്രോപ്പ് ആവും, എന്നാലും പിന്നെ തിരിച്ചു വന്നിട്ട്. ഇതില് നമ്മൾ പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് ജെഇ ആസ്പിറൻസ് ഉണ്ട്. പക്ഷെ ചില ആളുകളൊക്കെ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, ഞാനങ്ങനെ ഭയങ്കര ഒരുപാട് നേരം ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരാളൊന്നല്ല, മണിക്കൂറുകൾ ഇരുന്ന് ഉറങ്ങാതിരുന്ന് പഠിക്കുന്ന ഒരാളൊന്നല്ല. അപ്പൊ എനിക്കിതൊക്കെ പറ്റുമോ എന്നൊരു ചോദ്യം പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വേറെന്തോ ഒരു സൂപ്പർ ഹ്യൂമൺ മാത്രമാണ് ഈ ജെഇ ഒക്കെ പറ്റുക എന്നുള്ള ഒരു അല്ല. ഇത് പറഞ്ഞാല് പ്രിപ്പറേഷൻ ഫുള്ള് ഹൈലി പേഴ്സണൽ ആണ്. ചിലവര് ഇരുന്ന് പഠിക്കുന്ന ടൈപ്പ് ഉണ്ടാവും, അവർക്ക് അങ്ങനെ പഠിക്കേണ്ടി വരും. ചിലർക്ക് കുറച്ച് മനസ്സിലാക്കി പഠിച്ചാല് പെട്ടെന്ന് കത്തും. അപ്പോ ഓരോരുത്തർ ഓരോ ആയി. ചിലർ ഹാർഡ് വർക്ക് പ്രിഫർ ചെയ്യും, ചിലർ സ്മാർട്ട് വർക്ക് പ്രിഫർ ചെയ്യും, ചിലർ രണ്ടും കൂടി മിക്സ് ചെയ്ത് പഠിക്കും. അപ്പോ അത് ഹൈലി പേഴ്സണൽ ആണ്. ഇപ്പോ നമ്മുടെ സ്കൂളിലുള്ള പെർഫോമൻസ് പലപ്പോഴും ചില ആളുകളൊക്കെ അത് വെച്ചിട്ടാണ് പല ആളുകളെയും വിലയിരുത്തുക. സ്കൂളിൽ മാർക്ക് ഉണ്ടെങ്കിൽ അവൻ നന്നായി പഠിക്കുന്നവൻ അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ളവൻ. അപ്പോ ഈ സ്കൂളിലെ പെർഫോമൻസും ജെഇയും തമ്മിൽ എങ്ങനെയായിരിക്കും? അപ്പൊ അതായത് സ്കൂളിൽ മാർക്കില്ലാത്ത ഒരാളൊക്കെ, അല്ലെങ്കിൽ മാർക്കില്ലാത്ത വെച്ചാൽ വളരെ പിന്നോട്ട് എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു ആവറേജ് ഒക്കെ ഉള്ള ഒരാള് ജെഇ ഒക്കെ സ്വപ്നം കാണുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അത് പറഞ്ഞാല് ആ ഒരു കുട്ടി അതിനെങ്ങനെ കൺസിഡർ ചെയ്യുന്നു, ആ കുട്ടിയുടെ മെന്റാലിറ്റി അനുസരിച്ചിരിക്കും. ആ കുട്ടിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ചെയ്യാൻ പറ്റും, റെഡിയാണ്, വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ അഫ്കോഴ്സ് കിട്ടും. പിന്നെ ആ കുട്ടി എന്നെ കൊണ്ട് പറ്റൂല അങ്ങനെ പെസിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ. പക്ഷെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ എന്തൊക്കെയായിരിക്കണം ഒരു ജെഇ കിട്ടേണ്ടുന്ന ഒരാൾക്ക്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയാ മാത്തമാറ്റിക്കൽ അബിലിറ്റി, ഒരു ഉദാഹരണമായിട്ട് പറയാം. അപ്പൊ മാത്സിനോട് ഒരു ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ഒരു പക്ഷേ ജെഇ ഒരിക്കലും ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കില്ല. അപ്പൊ ആയിരിക്കില്ല. കാരണം മെയിൻ ആയിട്ട് പറഞ്ഞു കേട്ടത് മാത്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോ മാത്തമാറ്റിക്കൽ തിങ്കിങ്ങും പിന്നെ ഇപ്പൊ മാർക്ക് പറയാ പറഞ്ഞാല് കുറെ കാരണങ്ങളുണ്ടാവും. ഒന്നുകിൽ ഒയപ്പേരിക്കും, അല്ലെങ്കിൽ പഠിക്കാൻ എന്തോ അപ്പം തോന്നിയിട്ടുണ്ടാവില്ല. ബട്ട് ഇങ്ങനെ മാത്തമാറ്റിക്കലി തിങ്ക് ചെയ്യുക, ലോജിക്കലി തിങ്ക് ചെയ്യുക, ഓരോക്കെ ബെസ്റ്റ് ഓപ്ഷൻ ഒരു കയറി വരാൻ പറ്റും. ഓക്കെ. ഇപ്പം ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഒരു സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ എന്തെങ്കിലും പേഴ്സണലി ചെയ്തിരുന്നോ? ഇപ്പം പ്രോബ്ലംസ് ചെയ്യുന്നതിന്റെ സ്പീഡ് ഒരു പ്രധാന ഘടകമാണല്ലോ. അപ്പോൾ സ്പീഡ് പല ആളുകൾക്കും ഉള്ളൊരു പ്രശ്നമാണ്, സമയം തികഞ്ഞില്ല അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം സമയത്തിന് തീർക്കാൻ പറ്റാതെ. അപ്പോൾ അതിന് എന്തെങ്കിലും സ്പീഡ് ശരിക്കും നമ്മള് ഇങ്ങനെ കൂട്ടണ വിചാരിച്ച് ചെയ്യുമ്പോൾ കൂടുന്നതല്ല. നമ്മളിപ്പോ കുറെ ക്വസ്റ്റ്യൻസ് കണ്ട് ചെയ്ത് നമുക്കൊരു ഫ്ലോ കിട്ടും. അതുവരെ ചിലപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5-10 മിനിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു കുറച്ച് കഴിയണം. കൺസിസ്റ്റന്റ് ആയി ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഇത് കിട്ടും, ഒരു ടച്ച് കിട്ടും. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഫെമിലിയർ ആകുന്നു അത്രത്തോളം സ്പീഡ് കൂടുക എന്നുള്ള കോൺസെപ്ച്വലി എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്യണം അങ്ങനത്തെ രീതിയൊക്കെ നോക്കിയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യില്ല, വലിയ അർത്ഥമില്ല. മനസ്സിലാക്കി ചെയ്യണം. ഓരോ ക്വസ്റ്റിന്റെയും കൺസെപ്റ്റ് ഏത് രൂപത്തിലാണ് വരുന്നത്, എങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ. പിന്നെ NTSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നു, പക്ഷെ എഴുതാൻ പറ്റിയില്ല. ഞാൻ രജിസ്റ്റർ ചെയ്ത കൊല്ലം എക്സാമിന് രജിസ്ട്രേഷന് ശേഷം എക്സാം എടുത്ത് കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ എന്താണ് തോന്നുന്നത്, ഈ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ള മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കുമോ? എനിക്ക് അത് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത്. കാരണം ഇത് ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല. ജെയിനെ കുറിച്ച് തന്നെ ഞാൻ 10th ശേഷമാണ് ചിന്തിക്കാൻ തുടങ്ങിയത്. പക്ഷെ നമ്മള് നേരത്തെ ഇങ്ങനെ പോകുന്ന സമയത്ത് സ്കൂളിലും ഈ ഒരു എക്സാം ഉണ്ടാവും, ഇതൊന്ന് എഴുതി വെക്കാം, അപ്പൊ അതിനുവേണ്ടി കുറച്ച് പഠിക്കും, അങ്ങനെ പോയതാണ്.
ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യത്തിലൊന്നും പോയിട്ടില്ല. ഓക്കെ. ഈ സ്കൂൾ കാലഘട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതായിരുന്നു? എനിക്ക് സ്കൂൾ കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ടത് മാത്സ്, ഫിസിക്സ് ഒക്കെ ചെയ്യുന്നു. അതിൽ കൂടുതലായിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു? കൂടുതലായിട്ട് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള പ്രോബ്ലംസ് അങ്ങനെ, പിന്നെ ഇങ്ങനെ കുറച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് വരും, ഇപ്പോൾ സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ ഉണ്ടാവും ഗവൺമെന്റിന്റെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നോക്കും. വേറെ പിന്നെ എക്സ്ട്രാ ആയിട്ടൊന്നും ചെയ്യലില്ല. ഓക്കെ. നമ്മളെ സ്റ്റുഡൻസിൽ പല ആളുകൾക്കും ജെഇ ഒക്കെ സ്വപ്നം കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ അവരുടെ സ്വപ്നത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ. ആ നിലക്ക് അവരോടൊക്കെ അവസാനമായിട്ട് എന്താണ് ഒരു ഉപദേശം എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ സജഷൻ എന്നുള്ള നിലക്കോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടോ? സജഷൻ എന്ന രീതിയിൽ നിങ്ങൾ സബ്ജക്ട്സിന് കൂടുതൽ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ പിന്നെ മഗപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല. താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ അവളെ മനസ്സിൽ നിൽക്കും. ചില ആൾക്കാർ ഇങ്ങനെ താല്പര്യം ഇല്ലാണ്ട് പഠിച്ച് പെട്ടെന്ന് മറന്നു പോകും, ടെൻഷന്. അന്ന് പിന്നെ ഇഷ്ടം ഉണ്ടെങ്കിൽ പിന്നെ വരാൻ ചാൻസ് കുറവാണ്. ഓക്കെ. പിന്നെ കോൺഫിഡൻസ്. യെസ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കുക, അത് ഒരുപക്ഷെ പിന്നെ ഒരുപാട് നേരം പഠിക്കുക, ഉറക്കമൊഴിച്ച് പഠിക്കുക എന്നുള്ളത് അത് ഓരോരുത്തരുടെയും പിന്നെ പേഴ്സണൽ പ്രിഫറൻസിനനുസരിച്ചും അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി അനുസരിച്ചും വ്യത്യാസപ്പെടും. എന്നാലും അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതിലാണ് അതിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ജെഇ എന്ന് പറയുന്ന ഒരു ബാലികേറ മലയല്ല, നമുക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത മറ്റാർക്കെയോ വേണ്ടിയുള്ള കാര്യങ്ങളല്ല എന്നുള്ളതും നമുക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് തന്നെയാണ് എന്നുള്ളതും ആണ് ഈ ഒരു സംസാരത്തിന് മനസ്സിലായിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.